വേനലവധി കാലമായി. പണ്ട് നമുക്കറിയാം, നമ്മളെയൊക്കെ കാത്ത് വീട്ടിലെ മാവും പ്ലാവുമൊക്കെ കാത്തിരുന്നൊരു കാലമായിരിക്കും വേനലവധി എന്ന് പറയുന്നത്. നിന്ന് തിരിയാൻ സമയമില്ലാതെ കൂട്ടുകാരുമായി മാവിൻ്റെ ചുവട്ടിൽ കളിവീട് വെച്ച് കളിച്ചതും ഇങ്ങനെ മാങ്ങ പറക്കാൻ നടന്നതുമൊക്കെ വളരെ മനോഹരമായ ബാല്യത്തിലെ ഓർമ്മകളായിരിക്കും. അതുപോലെ തന്നെയാണ് ബന്ധുവീടുകളിൽ യാത്ര പോകുന്നതും തറവാട് വീടുകളിലേക്കൊക്കെ പോകുന്നതൊക്കെ നമ്മുടെയൊക്കെ ബാല്യത്തിൻ്റെ ഏറ്റവും നിറം പകർന്ന ഓർമ്മകളാണ്. ഇന്ന് കാലം മാറി. മാതാപിതാക്കൾ പലരും ജോലി ചെയ്യുന്നവരാണ്. അവധിക്കാലം എന്നാൽ അവർക്കും തിരക്കുകളുടെ കാലമാണ്. കുട്ടികളെല്ലാം സ്കൂൾ അവധി തുടങ്ങിയപ്പോൾ തന്നെ മൊബൈലിൻ്റെയും ഗെയിമിൻ്റെയും ലോകത്തിലേക്ക് ചേക്കേറി തുടങ്ങിയിരിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷ തേടിയാണ് പലരും ക്യാമ്പുകളിലേക്കൊക്കെ കുട്ടികളെ വിടാൻ തുടങ്ങുന്നത്. ഈ സമയത്ത് വളരെ അത്യാവശ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പ്രധാനമായി പറയാനുള്ളത്, മിക്കവാറും എല്ലാ കുട്ടികളും തന്നെ മൊബൈൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ടാവും. മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരെ നോക്കുന്ന ആളുകൾ ആ ഒരു ഡിവൈസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഗൂഗിളിലെ ഫാമിലി ലിങ്ക് വഴി കുട്ടികൾ ഉപയോഗിക്കുന്ന ഡിവൈസസിനെ നമുക്ക് കണക്ട് ചെയ്യുകയും അവർ ഏതൊക്കെ ആപ്പുകൾ ഓണാക്കുന്നുണ്ട്, എത്ര സമയം ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. ഏതെങ്കിലും ആപ്പുകൾ നമുക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ, ബ്ലോക്ക് ചെയ്യണമെങ്കിലൊക്കെ ആ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ അവരെ നോക്കുന്ന ആളുകൾക്കോ കൃത്യമായിട്ട് തന്നെ അത് ചെയ്യാനായിട്ട് ഗൂഗിളിൻ്റെ ഫാമിലി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ സഹായിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളിൽ കൃത്യമായിട്ടൊരു നിയന്ത്രണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു മാർഗം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ക്യാമ്പുകൾക്കൊക്കെ വിടുമ്പോൾ കുട്ടികളുടെ അഭിരുചി അനുസരിച്ചുള്ള ക്യാമ്പുകളിൽ വിടാനായിട്ട് ശ്രദ്ധിക്കുക. അവർക്ക് സ്പോർട്സിനോടാണ് താല്പര്യം കൂടുതലെങ്കിൽ അവരെ കലകളിലേക്കൊക്കെ വിടുന്നത് ചിലപ്പോൾ അവരോട് തന്നെ ചെയ്യുന്ന ഈ ഒരു സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവധിക്കാലം കിട്ടാതിരിക്കാൻ ചിലപ്പം അതിന് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നടക്കുന്ന ക്യാമ്പുകളിലേക്ക് കുട്ടികളെ വിടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവരുടെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ തരക്കാരായവരോടൊപ്പം ഉള്ള ക്യാമ്പുകളിലേക്ക് ശ്രദ്ധിക്കുക. പിന്നീട് ഇതിൻ്റെ സംഘാടകരെക്കുറിച്ച്, ഇതിൻ്റെ ഏത് ഗ്രൂപ്പാണ് ഈ ഒരു ക്യാമ്പ് നടത്തുന്നത്, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ക്യാമ്പുകളിലേക്ക് കുട്ടികളെ വിടുക എന്നുള്ളത്, അവരുടെ സുരക്ഷയൊക്കെ ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ വീടുകളിലാണെങ്കിലും വീട്ടിലെ ചെറിയ ചെറിയ ജോലികളിൽ കുട്ടികളെ പങ്കാളികളാക്കുക. അവരുടെ കാര്യങ്ങളെങ്കിലും അവർ സ്വയം ചെയ്യുന്നതിന് അവരെ പ്രാപ്തരാക്കുക. മാതാപിതാക്കളും മറ്റു കുടുംബാംഗങ്ങളുമായി കുട്ടികൾക്ക് സംസാരിക്കാനും സംവദിക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. വീടിനടുത്തുള്ള ഗ്രന്ഥശാലകളിലൊക്കെ കുട്ടികളുമായിട്ട് പോവുകയും അവർക്ക് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീടിനടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കാണിക്കുക. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ കുട്ടികളുമായിട്ട് പോവുകയും അതവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ കൂടുതലായിട്ട് പ്രകൃതിയുമായിട്ടൊക്കെ ഇണങ്ങാനും മനസ്സിലാക്കാനുമുള്ള സാധ്യതകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പച്ചക്കറി തോട്ടങ്ങൾ, വീട്ടിലെ പൂന്തോട്ടം, ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികളെ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റിയ ഒരു കാലമാണ് ഈ ഒരു വേനൽ അവധി കാലം എന്ന് പറയുന്നത്. അവധി എന്ന് പറയുന്നത് അവർ 2 മാസത്തേക്ക് പഠനത്തിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാൻ കാത്തിരുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമയം ഇങ്ങനെ മുഴുവൻ സമയം പഠനത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് കഷ്ടമാണ്. അപ്പോൾ വളരെ കുറച്ച് നേരം എന്തായാലും അവർക്ക് അക്ഷരങ്ങളുടെ ലോകത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു കളികളെക്കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ വളരെ കുറച്ച് നേരമെങ്കിലും എല്ലാ ദിവസവും പത്രങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മാസികകൾ വായിക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുക. പിന്നെ അവർക്ക് ഏതെങ്കിലും വിഷയങ്ങളിൽ പ്രത്യേകമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടെ ശ്രദ്ധ ചെയ്യാനായിട്ട് ഈ ഒരു സമയം ഉപയോഗപ്പെടുത്താം. മുഴുവൻ സമയം പഠിക്കാൻ എന്തായാലും കുഞ്ഞുങ്ങൾക്കായാലും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് കൂടുതൽ നേരം ഈ ഒരു അവധി എന്ന് പറയുന്നത് സ്കൂളിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഒരു കാര്യമായിട്ട് ചിന്തിക്കാതെ ഈ ഒരു 2 മാസം അവർക്ക് മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസത്തിനും സന്തോഷത്തിനുമൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. തീർച്ചയായിട്ടും അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് ഫലപ്രാപ്തിയോടുകൂടി തന്നെ ഈ ഒരു അവധിക്കാലം ഉപയോഗപ്പെടുത്തേണ്ടത് വലിയ അത്യാവശ്യമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. കുട്ടികൾ ഈ ഒരു 2 മാസം അവർ കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും തന്നെ വളരട്ടെ. അവരുടെ വളർച്ചയുടെ ഒരു കാലത്തെ ഒരു ഭാഗമാണ് ഈ ഒരു അവധികൾ. കാരണം നമുക്കറിയാം, LKG തൊട്ട് +2 വരെ പഠിക്കുമ്പോൾ കിട്ടുന്ന 14 മധ്യവേനൽ അവധിക്കാലം കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഈ അവധിയും ഈ ഒരു സമയമൊന്നും അത്ര വലിയ കാര്യമൊന്നും ആവില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വളരെ മധുരമായിട്ടുള്ള ഓർമ്മകൾ കിട്ടുന്ന നല്ലൊരു അവധിക്കാലം സമ്മാനിക്കാൻ എനിക്കും നിങ്ങൾക്കും ഒക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.